ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പ്രത്യേക ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ ഡൽഹിയിലും മുംബൈയിലും മാത്രം കുറേ കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ചോർ ബസാർ. ചെന്നൈയിലുണ്ട് എന്ന് തോന്നുന്നു. ചോർ ബസാർ ബാംഗ്ലൂരിലുമുണ്ട്. അധികം ആരും അങ്ങനെ കേട്ട് പരിചയമില്ലാത്തൊരു സ്ഥലമാണ് ബാംഗ്ലൂരിലെ ചോർ ബസാർ. ശരിക്കും ഇതിനെ ചോർ ബസാർ എന്നല്ല പറയുക, സൺഡേ ബസാർ എന്ന് പറയുക. സൺഡേ ബസാർ എന്ന് പറയാൻ കാരണം സൺഡേ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ചോർ ബസാർ എന്നും ഇതിനെ പറയും, കാരണം ഇവിടെ കുറച്ച് ആളുകൾ ഈ കട്ടിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് വിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ്, എല്ലാവരും അല്ല, കുറച്ച് ആളുകൾ. ഇവിടെ മോസ്റ്റ്ലി നമുക്ക് 200 രൂപ വരെയും വിലയിൽ സാധനങ്ങൾ കിട്ടുന്നതാണ്. മോസ്റ്റ്ലി നമുക്ക് ഒരു ഡ്രസ്സുകളായിരിക്കും കൂടുതൽ, ചെരുപ്പുകളൊക്കെ 100 രൂപ, വെള്ള ഷർട്ടൊക്കെ 100 രൂപ. പിന്നെ നമ്മൾ ഈ പാവകൾക്കൊക്കെ മാക്സിമം 200 രൂപ, അതിൽ കൂടുതൽ ഇല്ല. അതിൽ കൂടുതലുണ്ട് അവർ പറയും. അപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മിനിമം എങ്ങനെ വന്നാലും ഒരു 150 വരെ ഒരു ഒതുക്കാൻ തയ്യാറാവും. നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ അത്യാവശ്യം നന്നായിട്ട് അറിയുന്നവരാണെങ്കിൽ. പിന്നെ ഞാനിവിടെ 20 രൂപയുടെ ഡ്രസ്സ് വരെയും കണ്ടു. ഇത് ആൾക്കാർ ഇങ്ങനെ തൂക്കിയിടുന്നത് 20 രൂപയുടെ ഡ്രസ്സുകളൊക്കെയാണ്. ഇതേമാതിരി വലിച്ചു വിതറുന്നതെല്ലാം 20 രൂപ ഡ്രസ്സുകളാണ്. ക്വാളിറ്റി കൺസേൺ ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇവിടെ വന്നിട്ട് കാര്യമില്ല. ജസ്റ്റ് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ക്വാളിറ്റി നോക്കുന്ന ആർക്കും ഇവിടെ ഒന്നുമില്ല. എല്ലാവരും ക്വാളിറ്റി കുറഞ്ഞതും, പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ച് അധികം നാൾ ഉപയോഗിക്കാം. അല്ലാത്ത വർഷം ജസ്റ്റ് എന്താ പറയുക, കയ്യിൽ വയ്ക്കാം, 1-2 ദിവസം ഉപയോഗിക്കാം. സാരികളുണ്ട് ഇവിടെ. അത് നമുക്ക് മലയാളികൾക്ക് കൂടുതൽ ഇങ്ങനത്തെ സാരികൾ ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. എന്നാലും സാരികളുണ്ട്, കുഴപ്പമില്ലാത്ത സാരികൾ. പിന്നെ പിള്ളേർക്ക് കളിക്കാനും പിള്ളേരുടെ സൈക്കിളുകളുണ്ട്. അതിനെല്ലാം സാധനങ്ങൾക്കും എല്ലാനും ഇവിടെ കിട്ടാവുന്ന മോസ്റ്റ്ലി നമ്മുടെ സാധനങ്ങളെല്ലാം, നമുക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാനും ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ